ഇപ്പൊ ഞങ്ങള് ഇങ്ങനെ ചുരത്തുമ്പോ ചുരത്തുമ്പോ ഇങ്ങനെ പോകാണ്. അതപ്പളാ ഇപ്പളാ വീഡിയോ ഇവിടെ ആലപ്പുഴ റൈറ്റ് സൈഡ് ആലപ്പുഴ ആ കോയന്റെ അവിടെ കുറച്ച് ബേക്കറി വാങ്ങാം. കുറച്ച് ബേക്കറി കഴിക്കാം. വാങ്ങിയേക്കാം. അതെ കുറച്ച് ബേക്കറി വാങ്ങിയേക്കാം. ബ്ലോക്കായി ഇവിടെ ഉണ്ടോ? ആർട്ടിഫിഷ്യൽ കോസ്റ്റ് അവിടെ ചെറിയൊരു ബ്ലോക്ക്. ലോറിക്കാരൊക്കെ നിർത്തുന്ന സ്ഥലാ. അങ്ങനെ കാഴ്ച വന്ന അവിടെ എത്തി. നമ്മള് വലിയൊരു വളവാണ്, കൊണ്ടും വളവ്. ലോറി കഥ കയറിപ്പോണ്. വ്യൂ പോയിന്റ് എത്തി. വ്യൂ പോയിന്റ് എത്തി. പോയിന്റാണ് പോയിന്റ് എത്തിയാണ്. ഒരു കുടുംബ വളവാണിത്. അങ്ങനൊന്നും തിരിയില്ല. ഡ്രൈവർ സുഖോ ചെയ്തിട്ടുണ്ട്. മുളയരി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? മുളയരി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നല്ലൊരു ഗാർഡ് സെക്ഷൻ അവിടെ. ഒരു വെള്ളച്ചാട്ടം ഉണ്ടായി. നല്ല പാറ. ആന ഇറങ്ങുന്ന സ്ഥലമൊക്കെ ഉണ്ട്. കുറച്ച് തന്നെ എടുക്കണുള്ളൂ. ഇപ്പൊ നമ്മൾ കാടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ചുരത്തിന്റെ ഒരു സെൻട്രൽ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഇവിടെ ഒരു വലിയ വളവുണ്ട്. പൂമ്പാറ്റകളെല്ലാം പാറി നടക്കുന്നു. പൊട്ടുന്നില്ലേ? ഇവിടെയും വലിയൊരു വളവുണ്ട്. റാക്കോട് ലക്ഷ്യമാക്കിയാണ് ഞാനും എൻ്റെ വണ്ടിയും നീങ്ങുന്നത്. സഫാരി എല്ലാ ചാനലും വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സ് കത്തിലെ. ഇപ്പൊ കോടകൾ ഇറങ്ങി വരുന്ന സമയം. ലോറിക്കാരൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. അതാ അവിടെ കൈകൊന്നുമില്ല. നല്ല നിറയെ കോടകൾ ഇറങ്ങുന്ന ഏരിയകളാണ് അവിടെ. കോട കാണാണ് അതോ അങ്ങോട്ട് ആദ്യമായിട്ട് കോട കാണാൻ. സ്ക്രീനാട്ടോ ഇവിടെ നമുക്ക് പ്രൈവറ്റ് ബൈക്കുകളാണ്. തമിഴ്നാട് RTO ആണ് ഈ കാണുന്നത്. ഇങ്ങനെ പോകുന്നു. അപ്പോ പൊട്ടിച്ചാടി കറക്റ്റ് റേറ്റ്.
ഇതാ ഒരു കാക്ക ഒറ്റക്ക് നടന്നു. ഒരു മാസാകാനെ കിഡിലങ്കോടയാണ് ഗൈസ്, കിഡിലങ്കോട. നമ്മൾ കുറച്ചു നേരം ഒന്ന് അന്തം വിട്ടു. കുറെ സ്ഥലം മിസ്സായി. നല്ല അടിപൊളി കോടയും അതുപോലെ തന്നെ നല്ല ചായ തോട്ടത്തിന്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ റാക്കോട് ലക്ഷ്യമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, കിടിലം തേയിലകളാണ് ഇരു സൈഡിലൂടെയും ഉള്ളത്. നല്ല ഒരു വളവാണ്. എങ്ങോട്ട്? ഞാനോ? നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയാണ്. ഇങ്ങനെ നല്ല അടിപൊളി വൈബ് സ്ഥലം. പഴയ വീടൊക്കെ കാണാനുണ്ട്, ആൾക്കാരൊക്കെ താമസിച്ചാ തോന്നുന്നു. നമ്മൾ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. എന്താണ് കാറ്, നല്ല തേയിലത്തോട്ടം, വണ്ടി, ഓട്ടോറിക്ഷ. കാണാൻ ഫുള്ള് കാടാണ്. ചിലപ്പോൾ ആനയും കാണും. ചെറിയൊരു ഡൗൺ എത്തിയപ്പോ നമ്മള് സോലാറിന്റെ സ്ഥലമാണ്. അക്കമാര് പോടും ഓണം പൊളിച്ച് കുറച്ച് ഇതൊക്കെ കാണാൻ കേട്ടോ. റോട്ടിൽ ചവിട്ടി വന്ന് ഗൈസ്, ഇത് നമ്മളെ ഫാമിലി ആൾക്കാരെ വീടാണല്ലോ. നല്ല വ്യൂ കാണാണ്ട് ഇവിടുന്ന്. എവിടെയോ കാണുന്നുണ്ട്, കറക്റ്റ് അറിയില്ല. ഒരു അടിപൊളി പ്ലേസ് ആണ് ഗൈസ്, അടിപൊളി പ്ലേസ്. അതാ മുന്നക്കായിന്റെ മുന്ന കായ, അതാണ് പൊന്നക്കായ. ഒരു അടിപൊളി സ്ഥലമാണത്. അതായിട്ട് കൂടി വെള്ളമൊക്കെ പോകുന്നുണ്ട്. അതായത് മലയൊക്കെ കാണാം, പക്ഷേ ഏതാണെന്നൊന്നും അറിയില്ല. കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെ പൊയ്ക്കോളി, നാടോടിക്കൊന്ന് ചോറും നോളി. നാളെ കാക്കാക്ക് ഞാൻ മരുന്നിനാണ്, അതൊക്കെ നീട്ടി വെച്ചിട്ട് ഞാനൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതാണ്. അതൊക്കെ നടക്കില്ല. ഗൈസ്, ഒരു മലയെണ്ണാനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. വലിയ സാധനമാണ്, വലിയ സാധനം. ഇങ്ങനെ നമ്മളൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്തെത്തി ഗൈസ്. പിന്നെ ഇതാണ് റോക്കോ വുഡ്. അടിപൊളി സ്ഥലമാണ് ഇവിടെ. നമ്മളൊരു കുടുംബക്കാരുണ്ട് അവിടെ, ഒന്നാണ് അവിടേക്ക് പോട്ടെ. ഫുള്ള് മഴ, ഫുള്ള് beautiful place.
ഇത് പുതിയ സ്ഥലം കണ്ടുപിടിച്ചാണ് ഗൈസ്. വാക്കാട് പറഞ്ഞ സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ. പിന്നെ ഫുള്ള് തേയിലാണ്. ഒപ്പത്തിന് ഇങ്ങനെ അടിപൊളി സ്ഥലം, അടിപൊളിയാണ്. അതിൽക്കൂടി ഒരാൾ കയറി പോകുന്നുണ്ട്. നല്ല അടിപൊളി വഴി കണ്ടപ്പോൾ കയറിയൊക്കെയാണ്. നല്ല രസമുണ്ട്. ഉഷാറ്, അടിപൊളി. അപ്പൊ ഇന്ന് ചിക്കൻ ഫ്രൈയോ എന്താണ് നാട്ടുകാര് പോയാണ്. അതല്ലേ ഇവിടെ ഒരാള് സ്റ്റെബിലൈസേഷൻ പരീക്ഷിക്കാൻ ഗൈസ്. കാഞ്ചെടുക്കുന്നു അടങ്ങി 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 തല ശരിക്കും നിക്കട്ടോ. എന്താണ് ഗൈസ് നമ്മ പറഞ്ഞ ഊറ് റാക്കോട് ഒക്കെ പണ്ടത്തെ ആൾക്കാർ താമസിച്ചിരുന്ന ലയങ്ങളാണ്. ഇവിടെ ആൾക്കാർ കുറവാണ് ഇപ്പോൾ. പണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ആരുമില്ല, ഉണ്ട് കുറച്ച് ആൾക്കാർ. ഇവിടെ നമ്മളെ ഫാദറൊക്കെ ഇവിടെ നിന്ന് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നാട്ടിലേക്ക് മാറി. അങ്ങനെ ഞാൻ കേരളത്തിലെത്തിയത്. ലൈറ്റൊക്കെ കത്തി ഗൈസ്. ഫുള്ള് കോട മൂടി. അടിപൊളി സ്ഥലം കേട്ടോ. അവിടെ ഉസ്താദ്മാരൊക്കെ നടന്നു വരുന്നുണ്ട്. അട്ടിപ്പാത്രം പിടിച്ചിക്കണ്. ഇതാണ് ഇവിടുത്തെ ഈ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ. കുട്ടികളൊക്കെ നോക്കാൻ ക്രച്ച് അതിൻ്റെ ബാക്ക് ഭാഗം കത്തത്. ഫ്രണ്ട് ഭാഗം വേറെയാണ്.